സത്യം മക്കളാ, ഞാൻ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് അവസ്ഥയിലാണ് നമ്മളിവിടെ. പുറത്തിറങ്ങി നിൽക്കുന്നത്, ഇറങ്ങി നിന്നോണ്ട് മൂത്രം ഒഴിക്കും. ഞങ്ങൾ എന്താ ചെയ്യാൻ? ഗതികെട്ടാ ഞങ്ങൾ എന്തോന്ന് ചെയ്യാൻ? ആണുങ്ങൾ എവിടെയും പോയി, ഈ സ്ത്രീകളോ കൊച്ചുകുട്ടികളോ എവിടെ പോയിരിക്കാൻ? നമ്മൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തുള്ള കംഫർട്ട് സ്റ്റേഷനിലാണ്. കൊറോണ കാലഘട്ടങ്ങളിൽ അടച്ചിട്ട കംഫർട്ട് സ്റ്റേഷൻ ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നതേയില്ല. ഇവിടെ നിരവധി പേർ ദിനംപ്രതി വന്നു പോകുന്ന ഒരു പ്രശസ്തമായ ക്ഷേത്രമായിരുന്നിട്ട് പോലും, സ്ത്രീകൾ നിരവധി വരുന്ന ഒരിടമായിരുന്നിട്ട് പോലും അവർക്ക് പ്രാഥമിക കർമ്മമായ മൂത്രമൊഴിക്കുവാനുള്ള ഇടം തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കിഴക്കേക്കോട്ടയിൽ പത്മനാഭസ്വാമിയുടെ അരികിൽ ഇല്ല എന്നതാണ് വാസ്തവം. കേൾക്കാം ജനങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത്. അപ്പം ഈ പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ്. അപ്പൊ ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ മൂത്രമൊഴിക്കാം. അപ്പൊ അല്ലെങ്കിൽ നിങ്ങളിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നവരാ. അപ്പൊ നിങ്ങളൊന്ന് മൂത്രം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് എന്തെങ്കിലും ഹോട്ടലിലെല്ലായിടത്തും പോയിട്ട് അവിടെ പോയി കാപ്പി വാങ്ങാൻ സമയത്ത് അവിടെ എത്തി ബാത്റൂമിൽ പോയി അവിടെ മൂത്രം കഴിച്ചിട്ടേ ഇവിടെ വരുള്ളൂ. നമ്മളെന്ത് ചെയ്യുക? അപ്പോഴൊക്കെ ഇതെല്ലാം അടച്ചു വെച്ചിട്ട് നമ്മൾ പോകും. നിവൃത്തിയില്ലാതെ വരുമ്പോൾ തുണി കൂടെ തന്നെ മൂത്രം ഒഴിച്ച്. സത്യം മോനെ, എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ. നീ നിന്നിട്ട് ഇങ്ങനെ ഇതായി പോയിട്ടുണ്ട്. അത്രയ്ക്ക് അവസ്ഥയാണ്. ഒഴിച്ചു പോകുന്നുണ്ട്. സത്യം മക്കളാ, ഞാൻ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് അവസ്ഥയിലാണ് നമ്മളിവിടെ. ഇവിടെ നിൽക്കൂലേ, ഞങ്ങൾക്ക് ചീല താത്തല്ലേ ഇട്ടിരിക്കണം. ഞങ്ങൾ അവിടെ നിന്നാണ് ഒന്നിന് പോകണത്. സത്യം, ബസ് കയറാൻ നിന്നാലും അവിടെ നിന്നിന് ഒന്നിന് പോകും. അവിടെ നിന്ന് ഇരിക്കണല്ലേ, ഇപ്പുറത്ത് ഇറങ്ങി നിൽക്കും. പുറത്തിറങ്ങി നിൽക്കും, ഇറങ്ങി നിന്നോണ്ട് മൂത്രം ഒഴിക്കും. ഞങ്ങൾ എന്താ ചെയ്യാൻ? ഗതികെട്ടാ ഞങ്ങൾ എന്തോന്ന് ചെയ്യാൻ? രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് തിരിക്കും. രാത്രി 8 മണിയാകുമ്പോൾ വീട്ടിൽ പോകും. 9 മണിയാകുമ്പോൾ വീട്ടിൽ ചെന്നെത്തും. അതുവരെ ഞങ്ങൾ ഇരിക്കണ ഇരിപ്പാണ്. ഒന്നിന് പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. ആൾക്കാർ എത്ര പേര് നിരന്ന് നിന്നാലും ഞങ്ങൾ അവിടെ നിന്നാണ് സാധിക്കണത് ഒന്നിന് പോണത്. ഇപ്പം പിള്ളയായതുകൊണ്ട് തുറന്ന് പറയണം. ശരിയാണ്. ഇല്ല, ഇവിടെ മൂത്രം ഒഴിക്കണം, അങ്ങ് പോകണം, 1 കിലോമീറ്റർ പോകണം കേട്ടോ. നമ്മൾ മാത്രമല്ല, വേറെ ഇഷ്ടംപോലെ ലേഡീസ് വരുന്നുണ്ട്, ജെൻസ് വരുന്നുണ്ട്. അവരൊക്കെ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ്. കമ്പാർട്ട്മെൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, 4-5 വർഷം അവർക്ക് പോയി. അത് തീർച്ചയായിട്ടും ഇവിടെ ഉള്ള കമ്പാർട്ട്മെൻറ്റുകൾ പൂട്ടി 1 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. അത്യാവശ്യം ഈ മൂത്രം ലീക്കേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. കാര്യം അപ്പോഴവരെങ്കിലും നിൽക്കുന്ന സൗകര്യത്തിന് അവിടെ നിന്ന് പെടുക്കും. അതിപ്പോൾ അവരെയും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. പിടിച്ചു നിർത്താൻ പറ്റാത്ത സാധനമാണ് വിസർജനവും മൂത്രവും യൂറിനും. പിടിച്ചു നിർത്താൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവരവിടെ സാധിക്കും. പിന്നെ അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഇവിടെ അടച്ചു കിടക്കുന്ന മൂത്രപ്പുരകളുണ്ടല്ലേ? മൂത്രപ്പുര അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് കഴുക്കൂട്ടം പോകുന്ന ഭാഗത്തേക്ക് വന്ന ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു, അത് പൂട്ടി. ഇവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിലില്ലേ? ബസ് സ്റ്റാൻഡിൽ അവർ ആരെയും കയറ്റി അനുവദിക്കാറില്ല. പിന്നെ വല്ല പമ്പിൽ പെയ്യ അവർ പമ്പിൻ്റെ അവിടെ വല്ല ഓട്ടം പോണേ അവിടെ പോയി മൂത്രം ഒഴിക്കുക. അത് അവർ ഒരു സൗജന്യം ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. 2019 വെളിയിലുണ്ടായിരുന്ന കംഫർട്ട് സ്റ്റേഷൻ പുതുക്കി പണിയാൻ വേണ്ടി അവർ പൊളിച്ചു. എന്നിട്ട് നാളിതുവരെ അത് കെട്ടിയിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ഒരു 9 മാസം മുമ്പ് ഇവിടെ ഒരു കോർപ്പറേഷൻ എന്ന് എഴുതിയ ഒരു ബോർഡ് വെച്ച് ഒരു കാറ് വന്ന് നിന്നു. അതിൽ നിന്നൊരു മാഡം ഇറങ്ങിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഞാൻ തൊഴുതുകൊണ്ട് അടുത്ത് നിന്ന് പറഞ്ഞു, ഇവിടെ ടോയ്ലറ്റ് ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാഡം പറഞ്ഞു ഉടനെ ശരിയാകും കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഏകദേശം 9 മാസം കഴിഞ്ഞു, ഒന്നും ആയില്ല. ഇപ്പോൾ ഒരു ദിവസം നമ്മളിവിടെ കച്ചവടത്തിനിരിക്കണോണ്ട് അറിയാം, ഒരുപാട് ലേഡീസും ജെൻസും വന്ന് ഇവിടെ എവിടെയാ ടോയ്ലറ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങൾ ആ കുളത്തിൻ്റെ കരയിലൊരു ഹോട്ടൽ പറഞ്ഞു കൊടുക്കും. അവിടെ ചായ കുടിക്കാൻ പോകുന്ന പോലെ പോയിട്ട് ബാത്റൂമിൽ പോകാൻ പറയും, അല്ലാതെ ഇല്ല. പിന്നെ അമ്പലത്തിൽ പോകുന്നവർക്ക് ആ സ്റ്റെയർ കേസിൻ്റെ അടുത്തുണ്ട്, അത് അമ്പലത്തിലുള്ളവർക്ക് പോകുന്നവർക്ക് മാത്രമാണ്. നമ്മളെ ഇന്ത്യക്കകത്തുള്ള പല ആൾക്കാരും പറഞ്ഞതാണ്, ആണുങ്ങൾ എവിടെയും പോയി, ഈ സ്ത്രീകളോ കൊച്ചുകുട്ടികളോ എവിടെ പോയിരിക്കാൻ? ഒരു ഇതില്ല. കാരണം മുമ്പേ എൻ്റെ 10 വയസ്സിൽ ഈ ബാത്റൂം ഇവിടെ ഉള്ളതാണ്. ഇപ്പോൾ വയസ്സ് 59ആയി. ഇപ്പോൾ ബാത്റൂം എന്ന് പറയുന്ന സ്ഥലമില്ല. 3 ഭരണകൂടം ഒന്നാണെങ്കിലും 3 കക്ഷികളാണ്. പുരാവസ്തു, കോർപ്പറേഷൻ, ട്രാൻസ്പോർട്ട്, ഇവർ തമ്മിൽ പ്രശ്നത്തിലാണ് ഇത് കിടക്കുന്നത്. ഇത് പൂർത്തിയാക്കി കൊടുത്താൽ നമ്മളെ പോലുള്ളവർക്ക് കൊച്ചുകുട്ടികളെ പെണ്ണുങ്ങൾക്ക് അതൊരു സൗകര്യമായിരിക്കും. വേറെ എവിടെ പോകും നമ്മൾ? രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ഈ അമ്മമാരെ പോലെ നിരവധി പേരാണ് മൂത്രമൊഴിക്കുവാൻ കഴിയാതെ, അതിനുള്ള സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇവരെ പോലെ നിരവധി പേര് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലുണ്ട്. ഓട്ടോ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ നിരവധി പേർ. എന്നാൽ 8 വർഷത്തിലേറെയായി മൂത്രമൊഴിക്കാൻ ഇടം പോലുമില്ലാതെ
നിൽക്കുന്നിടത്ത് സ്വന്തം തുണി കൊണ്ട് മറകെട്ടി മൂത്രമൊഴിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ അമ്മമാർ എത്തി നിൽക്കുമ്പോൾ ഇവിടെ ചോദ്യമുയരുന്നത് ഭരണകൂടത്തിന് എതിരെ തന്നെയാണ്. എത്രമേൽ വികസനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിൽ മൂത്രമൊഴിക്കാൻ ഒരിടമില്ലാതെ നട്ടം തിരിയുന്ന ജനത നാണക്കേട് തന്നെയാണ് ഈ ഭരണകൂടത്തിന്.